വൈറ്റമിൻ ഡി ലഭിക്കാൻ ഏത് സമയത്ത് സൂര്യപ്രകാശം ഏൽക്കണം? രാവിലെയോ ഉച്ചയ്ക്ക് ശേഷമോ? രാവിലെയുള്ള സൂര്യപ്രകാശമാണ് വൈറ്റമിൻ ഡിയുടെ ഏറ്റവും നല്ല ഉറവിടം എന്നാണ് പലരും കരുതുന്നത്. വൈറ്റമിൻ ഡി അസ്ഥികൾ, പേശികൾ, പ്രതിരോധശേഷി, മാനസികാവസ്ഥ, മെറ്റബോളിസം എന്നിവയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ധാരാളം സൂര്യപ്രകാശം ഏറ്റിട്ടും പലർക്കും ഈ വൈറ്റമിൻ ഡി കുറവുള്ളതായി കാണപ്പെടുന്നു. വൈറ്റമിൻ ഡി ലഭിക്കുന്നതിന് അനുയോജ്യമായ സമയം രാവിലെ 10-നും ഉച്ചകഴിഞ്ഞ് 3-നും ഇടയിലാണ്. ആ സമയത്തെ നിഴലുകൾ ചെറുതായിരിക്കും, UV രശ്മികൾ ഏറ്റവും ശക്തവുമായിരിക്കും. സൺസ്ക്രീനോ മറ്റു തടസ്സങ്ങളോ ഇല്ലാതെ കൈകളിലും കാലുകളിലും മുഖത്തും ദിവസവും 15 മിനിറ്റ് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. ഉയർന്ന മലിനീകരണമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കോ ദിവസത്തിന്റെ ഭൂരിഭാഗവും വീടിനുള്ളിൽ ചെലവഴിക്കുന്നവർക്കോ വൈറ്റമിൻ ഡിക്ക് സൂര്യപ്രകാശം മാത്രം മതിയാകില്ല. അതിനായി കൊഴുപ്പുള്ള മത്സ്യം, കോഡ് ലിവർ ഓയിൽ, മുട്ടയുടെ മഞ്ഞക്കരു തുടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. ഇനി വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾക്ക് കൂണ്, പാൽ, തൈര്, സസ്യാഹാരം, ധാന്യങ്ങൾ തുടങ്ങിയ പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങളോ കഴിക്കാം. പാചക രീതികളും പ്രധാനമാണ്. ലളിതമായ ബേക്കിംഗ് അല്ലെങ്കിൽ ഗ്രിൽ ചെയ്യുന്നത് വൈറ്റമിൻ ഡി സംരക്ഷിക്കുന്നു. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് ബി രശ്മികളുടെ പ്രവർത്തനത്താലാണ് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ഥിരമായ ക്ഷീണം, ശരീരവേദന, സന്ധിവേദന, അസ്ഥിവേദന എന്നിവ ഉൾപ്പെടെ വിവിധ ലക്ഷണങ്ങൾ വിറ്റമിൻ ഡിയുടെ കുറവ് മൂലം പ്രകടമാകുന്നു. വൈറ്റമിൻ ഡിയുടെ കുറവ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അസ്ഥികൾ ദുർബലമാകുന്ന ഓസ്റ്റിയോപോറോസിസ്, അതുപോലെ ഈ അവസ്ഥ എല്ലുകൾ ഒടിയുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. വൈറ്റമിൻ ഡിയുടെ കുറവ് തടയുന്നതിനോ പരിഹരിക്കുന്നതിനോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സപ്ലിമെന്റുകൾ എടുക്കാവുന്നതാണ്. സൂര്യപ്രകാശം ഏൽക്കാത്ത വ്യക്തികൾക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. വിട്ടുമാറാത്ത രോഗമുള്ളവരോ വീടിനുള്ളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആളുകൾ ഇതിൽ ഉൾപ്പെടുന്നു.